ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രാന്തൻ വട്ടമേശയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തന്ത വൈബിനെ പറ്റിയാണ്. രണ്ടു നേരം കുളിക്കുന്നു എന്ന് പറഞ്ഞാലോ തന്ത വൈബ്. റോഡിലൂടെ പെട്ടെന്ന് വണ്ടി പോകുമ്പോൾ ആ സൗണ്ട് ഇറിറ്റേറ്റഡ് ആയാൽ അങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്ന ആളെ തന്ത വൈബ്. നേരത്തെ വീട്ടിൽ കയറിയ തന്ത വൈബ്. കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചാൽ തന്ത വൈബ്. ഈവനിങ് ടൈമിൽ ഡെയിലി ചായ കൂടി നിർബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത വൈബ്. 80കളുടെ ട്രെൻഡാണ് ഇപ്പോൾ 2000-ന് ശേഷം ക്ലിക്കായി കേൾക്കുന്നത്. ഈ ബാഗി ജീൻസ് ആണെങ്കിലും RX ആണെങ്കിലും പഴയ ട്രെൻഡാണ്. അതിപ്പോൾ വീണ്ടും അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി ചിലപ്പോൾ ഒരു 2050-ന് ശേഷം ഇപ്പോഴത്തെ ഈ ട്രെൻഡ് വീണ്ടും ആവർത്തിക്കും. ഇപ്പോൾ എൻ്റെ മകനോ അല്ലെങ്കിൽ മകളോ ഓപ്പോസിറ്റ് ഇതിൽ അല്ലെങ്കിൽ അവർ സെയിം സെക്ഷുവാലിറ്റിൻ്റെ ഒരു പ്രേമം അതിനൊന്നും എതിരാവില്ല. അത് ശരിക്കും തന്ത വൈബിൻ്റെ അല്ല, അത് ആ കാലത്തിൻ്റെയാണ്. ആ കാലത്തെ നമ്മുടെ പാരൻസിന് മാത്രമേ അത് സാധനമുള്ളൂ. ഹായ് ഹലോ, എല്ലാവർക്കും ഭ്രാന്തന്റെ വട്ടമേശയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രാന്തൻ വട്ടമേശയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തന്ത വൈബിനെ പറ്റിയാണ്. സോ ഞാൻ ജ്യോതിഷ, ജിബിൻ, നിഖിൽ, പ്രിയ, ഞങ്ങൾ 4 പേരും തന്ത വൈബിനെ പറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തന്ത വൈബ് എന്ത് പറഞ്ഞാലും തന്ത വൈബ്. ഇപ്പോൾ ഒന്ന് രാവിലെ എണീറ്റ് കുളിക്കാൻ പോയാൽ തന്ത വൈബ്, ഉച്ചയ്ക്ക് വൈകുന്നേരം ചായ കൊടുത്താൽ തന്ത വൈബ്, എല്ലാത്തിനും തന്ത വൈബ്. ഒരുപാട് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതിന് സൗണ്ട് കേട്ട് ഇറിറ്റേറ്റഡ് ആയാൽ അതിന് തന്ത വൈബ്. അങ്ങനെ എല്ലാം ഇപ്പം തന്ത വൈബ് മാത്രമല്ല തള്ള വൈബും ഉണ്ട് സൈഡിൽ കൂടെ. സോ എല്ലാം അതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. സോ ഇപ്പോൾ എനിക്ക് ഇതിൽ തോന്നിയത് ഈ തന്ത വൈബ് എന്നുള്ള ആ ഒരു പ്രയോഗം നമ്മുടെ ഇടയിലോട്ട് എത്തിച്ചത് സോഷ്യൽ മീഡിയ ആണ്. അത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇത് ചെയ്തു തുടങ്ങി. ഒരാൾ ചെയ്തു, അതിനെ ഫോളോ ചെയ്ത് ബാക്കി എല്ലാവരും ചെയ്ത് ഇപ്പം ഈവൻ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ആൾക്കാർ വരെ ഈ തന്ത വൈബിന്റെ കോണ്ടന്റ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് ചെയ്യുന്നു. അവർ എല്ലാം ഈ ഒരു എല്ലാ ഒരു ആക്ടിവിറ്റിയും തന്ത വൈബായിട്ട് കണക്ട് ചെയ്യുന്നു. പാട്ട് കേൾക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞു കുളിക്കുന്നത്, 2 നേരം കുളിക്കുന്നു എന്ന് പറഞ്ഞാലോ തന്ത വൈബ്. റോഡിലൂടെ പെട്ടെന്ന് വണ്ടി പോകുമ്പോൾ ആ സൗണ്ട് ഇറിറ്റേറ്റഡ് ആയാൽ അങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്ന ആളെ തന്ത വൈബ്. നേരത്തെ വീട്ടിൽ കയറിയ തന്ത വൈബ്. കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചാൽ ഈവൻ ഷുഗർ കട്ട് ചെയ്യുന്നവർ, അത് നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ വേലും കുറച്ച് ഷുഗറൊക്കെ കട്ട് ചെയ്യും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. അങ്ങനെ കട്ട് ചെയ്ത് തന്ത വൈബ്. ഈവനിങ് ടൈമിൽ ഡെയിലി ചായ കൂടി നിർബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത വൈബ്. അങ്ങനെ എല്ലാം തന്ത വൈബായിട്ട്. അത് സോഷ്യൽ മീഡിയയിൽ അത് അങ്ങനെ പറയുന്നത് കുഴപ്പമില്ല, പക്ഷെ അത് നമ്മുടെ റിയൽ ലൈഫിലോട്ട് ഇപ്പം വന്നു തുടങ്ങി. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഓഫീസ് സ്പേസിൽ തന്നെ നമുക്കറിയാം പല കാര്യങ്ങളും. ഇപ്പം ഒരാൾക്ക് ഇപ്പം സൗണ്ട് കുറയ്ക്കുക, ഒരുപാട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്ത വൈബ്. റിയൽ ലൈഫിലും അത് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങി. നമ്മൾ അറിഞ്ഞോ അറിയാതെ സോഷ്യൽ മീഡിയ എല്ലാ ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ റിയൽ ലൈഫിലും തന്ത വൈബായിട്ട് കണക്ട് ചെയ്തു. ഇപ്പം ചെറിയ കുട്ടികൾ വരെ ഇപ്പം നമ്മളൊരു 25 അല്ലെങ്കിൽ 30 ഏജിനകത്തുള്ളവരെ, അല്ല 30 കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും ചെറിയ കുട്ടികൾ വരെ എല്ലാ കാര്യത്തിലും ഇവൻ തന്ത വൈബാണ്, അല്ലെങ്കിൽ ഇതൊരു ആൻറ്റിയാണ്, അങ്കിളാണ് എന്ന് പറഞ്ഞ എല്ലാം ആ ഒരു രീതിയിലോട്ട് അങ്ങ് തള്ളിക്കൊടുക്കുക. ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, എനിക്ക് ഈ തന്ത വൈബ് വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോ ഈ സാധനം മുന്നേ ഉണ്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ നമ്മളെ ചെറുപ്പത്തിലായാലും ജനറേഷൻ വെച്ചിട്ടായിരുന്നു പറയാം. ഞങ്ങൾ ന്യൂജനാണ്, പിന്നെ അതിന് ഇപ്പൊ ന്യൂജനും ഓൾഡ് ജനറേഷനും ആയിരുന്നു. പിന്നെ കുറെ കാലം അമ്മാവന്മാരായി, കാരണവന്മാരായി, ഇങ്ങനെ വസന്തങ്ങളായി, പേര് മാറി മാറി വരുന്ന കുറെ മുന്നേ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രം എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ ഭയങ്കരമായി വന്നത് ആ തന്ത വൈബ്. പക്ഷെ ആ തന്ത വൈബ് കുറച്ചുകൂടെ കോമഡി സാധനത്തിക്കാണ് കൂടുതലും. ഇപ്പത്തെ തന്ത വൈബ് ശരിയാണ്, നമുക്കതുണ്ട്. അപ്പൊ ഞാനതൊരു കോമഡി മാത്രമേ അതിൽ കണ്ടുള്ളൂ, അതിലൊരു പൊളിറ്റിക്സ് ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞ ഇപ്പത്തെ തന്ത വൈബാണ് അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ കോമഡി. തന്ത വൈബ് പറയുന്ന സാധനത്തിക്കാണ് കുറച്ചുകൂടെ കോമഡി അടികള്. പണ്ടത്തെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അത് നിങ്ങൾ ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ട് പറയുന്നത്, അത് നിങ്ങളെ അമ്മമാരെ ചിന്ത. അത് കുറച്ചുകൂടെ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യത്തിലും പഴമ പൊക്കി പിടിച്ച് നടക്കുന്ന അതാണ് ബെസ്റ്റ് എന്ന് പറയുമ്പോ എല്ലാ കാര്യത്തിലും കോമഡി മാത്രമല്ല. ഇപ്പൊ പാട്ടുകള് അതൊന്നും ആരും ഉപദ്രവിക്കാത്ത കുറെ സാധനങ്ങൾ അതിൽ മാത്രമല്ലാണ്ട് ഇപ്പൊ സദാചാരം, നേരത്തെ സദാചാരവും അങ്ങനത്തെ പല കാര്യങ്ങളിലും ഇത് പറയുമ്പോ തന്നെ നമ്മൾ ഈ അമ്മാവന്മാരായതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അമ്മായിമാര്, ആന്റിമാര്, അങ്ങനത്തെ സാധനം. ഈ കല്യാണ വീട്ടിലെ അമ്മായിമാര് ആ പ്രായത്തിലുള്ളവർക്ക് മാത്രമല്ല, ചെറിയ പ്രായത്തിലുള്ളവർക്കും ചിന്താഗതി ഒരേ രീതിയിലാകാം. അങ്ങനെ ആവരുതെന്നില്ല. 2 പേരും ഒരേ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും, അത് ജനറേഷൻ ഗ്യാപ്പ് ഉള്ളൊരു 2 പേരും ഒരേ രീതിയിൽ ചിന്തിക്കാമല്ലോ. പക്ഷെ അതിനെ എല്ലാം നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം എല്ലാം ഈ ഒരു കാറ്റഗറിയിലോട്ട് തള്ളുന്നതാണ് അവിടെ പ്രശ്നം. ഇപ്പൊ നമ്മളെ വൈബിന് മീൻസ് ഇപ്പൊ ഒരു കുഞ്ഞു പിള്ളേർ വലിയ DJ പങ്കെടുക്കുന്ന അപ്പൂപ്പന്മാരുണ്ടാവില്ലേ, അതെ ഓപ്പോസിറ്റും ഉണ്ടാവാം.
അവിടെ നമ്മളത് വല്ലാണ്ട് ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക്. അവിടേക്ക് അവരെ കുറച്ച് ഒരു 2K വൈബ് പിടിക്കുന്നു എന്നുള്ള സാധനത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്കല്ലേ ഈ ട്രെൻഡുകൾ എന്ന് പറഞ്ഞ സംഭവം ഒരു 20 വർഷം കൂടുമ്പോൾ ഇങ്ങനെ അത് മാറി മാറി വരും. 80കളുടെ ട്രെൻഡാണ് ഇപ്പോൾ 2000-ന് ശേഷം ക്ലിക്കായി കിടക്കുന്നത്. ഈ ബാഗി ജീൻസ് ആണെങ്കിലും RX ആണെങ്കിലും പഴയ ട്രെൻഡാണ്. അതിപ്പോൾ വീണ്ടും അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി ചിലപ്പോൾ ഒരു 2050-ന് ശേഷം ഇപ്പോഴത്തെ ഈ ട്രെൻഡ് വീണ്ടും ആവർത്തിക്കും. അപ്പോൾ പുതിയൊരു വാക്കാവും ചിലപ്പോൾ യൂസ് ചെയ്യുക ആളുകൾ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. കുറച്ച് വർഷം കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു യൂസേജ് എങ്ങനെയായിരിക്കും? മേ ബി ആ സമയത്ത് എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരിക്കും. എല്ലാവർക്കും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഭയങ്കരമായിട്ട് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം ഇതാണ്. അതെ, ഇതും സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മളത് അത്ര നമ്മൾ രണ്ടുപേരും സംസാരിച്ചു മൂന്നാമതുള്ളത് അറിയുന്നില്ല. ഇത് ട്രെൻഡിങ് ആണെന്ന് കാരണം എനിക്ക് ആർക്കും ഒരു ഹാംഫുൾ ആയിട്ട് ആർക്കും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള കോണ്ടന്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോ കണ്ടു വന്നിട്ടുള്ള ഇപ്പൊ സഫ് ബോയിന്റെ ആയാലും എല്ലാരും ഒരുപാട് ഹാഷിന്റെ ഒക്കെ കോണ്ടന്റുകൾ വരുമ്പോ അതൊന്നും അവര് പറഞ്ഞു വെക്കുന്ന സാധനങ്ങളും അങ്ങനെ ഭയങ്കര ഒരു ആരെയും ബോഡി ഷേമിങ് ചെയ്യുന്ന സ്ലഡ് ഷേമിങ് ചെയ്യുന്ന അങ്ങനത്തെ പോലത്തെ തന്തവൈബിലേക്ക് അവർ പോയിട്ടില്ല. അവർ ഫുള്ളി ഇങ്ങനെ പാട്ടിക്കുന്ന വണ്ടി പോകുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ റിയാക്ട് ചെയ്ത് എന്തായാലും ഉറപ്പായിട്ടും തിരിച്ചു വരും. ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്തായാലും വരും. അവരങ്ങനെ ഒരു പേഴ്സണലി ഒരാളെ ഹേർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലല്ല അവര് ചെയ്യുന്നത്. അവര് ജസ്റ്റ് കോണ്ടന്റ് ചെയ്യുന്ന ഒരു എന്റർടൈൻമെന്റ് ബേസിൽ കോണ്ടന്റ് ചെയ്യുന്നു. പക്ഷേ ഇത് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ പല റീലും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമന്റ് സെക്ഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും ഒറിജിനൽ അക്കൗണ്ട് തന്നെ ആയിരിക്കണം എന്നില്ല. ഫേക്ക് ഐഡിന്ന് പോലും പലരെയും ബോഡി ഷെയിം ചെയ്യുന്നത്, സ്ലഡ് ഷെയിം ചെയ്യുന്നത്, അങ്ങനെയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അത് കൂടിക്കൂടി വരിക. നമ്മൾ മീഡിയ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാവണം ബ്രേക്കും. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ കൂടിക്കൂടി വരാം. അതെല്ലാം ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം, ഇപ്പം തന്തവൈബ് ട്രെൻഡിങ് ആവണ പോലെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം ഈ ഒരു ലൈക്ക് ആൾക്കാരെ മെൻ്റലി തളർത്തിക്കൊണ്ടിരിക്കുക ഓരോ രീതിയിൽ. ആ സെയിം വേയിലാണ് ഇപ്പൊ തന്തവൈബ് ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. പേഴ്സണലി ഒരാളുടെ അടുത്ത് എന്നിട്ട് നീ തന്തവൈബാടാ എന്ന് പറയുമ്പോൾ അവരപ്പോൾ കേട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കും. കുറച്ച് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ പ്രായമാവുന്നുണ്ടല്ലോ, അവർക്കും അത് ഓർത്തിട്ടുള്ള ഒരു ടെൻഷൻ ആയിരിക്കും. അവരത് മെന്റലി ചിലപ്പോൾ എഫക്ട് ചെയ്യുന്നുണ്ടാവാം. അതെ, മെന്റലി എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ചെയ്യുന്നവരുണ്ടാവാം. പേഴ്സണലി എന്നെ ഇപ്പൊ ഞാൻ അങ്ങനത്തെ സാധനത്തിലല്ല തന്തവൈബ് പോയിട്ട് ഞാൻ ഇപ്പൊ പഴയ പാട്ട് കേൾക്കുന്ന ആളാണ്. ഒരുപാട് പണ്ടത്തെ പാട്ട് കേൾക്കുന്ന ആളാണ്. അതിൽ എന്നെ ഒരാൾ തന്തവൈബ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അതൊരു രീതിയിലും പിന്നെ ഹേർട്ട് ചെയ്യാറില്ല. അതിലാ ഞാൻ നേരത്തെ പറഞ്ഞ അത് നേരെ മറിച്ച് ഇപ്പൊ ഫേസ്ബുക്ക് അമ്മാവന്മാര് പറഞ്ഞ നമ്മളൊരു ആൾക്കാരെ കുറച്ച് കളിയാക്കും. ഫേസ്ബുക്ക് എന്ന് വന്നിട്ട് ഇൻസ്റ്റയിലൊക്കെ പോയി ഫേസ്ബുക്കിലുള്ളവരൊക്കെ ഇൻസ്റ്റയ്ക്ക് എത്തിയോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അങ്ങനെ കളിയാക്കുന്നത് ഒരിക്കലും ഇപ്പൊ ഒരു സെലിബ്രിറ്റി ഒരു ഫോട്ടോ ഇട്ട് കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ട് അതിന്റെ അടിയിൽ വൾഗർ കമന്റ് ഇടുന്ന ഒരാളെയാണ് നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞ കളിയാക്കുക. അയാൾക്ക് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യട്ടെ. അത് അങ്ങനെ തന്തവൈബ് അങ്ങനെ ഉള്ളവർ പറയുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യട്ടെ എന്നുള്ളതാ. അവർക്ക് അത് ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പോ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയേണ്ടത്, അല്ലാതെ പാട്ട് കേൾക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങളൊരു ബൈക്ക് പോകുന്ന നിൽക്കുമ്പോൾ അയ്യോ എന്ത് ഇറങ്ങാറാ, നമ്മളെ മാത്രം ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ എല്ലാ പ്രായത്തിലും ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഒരാൾ വന്നിട്ട് നിങ്ങളോട് അതിന്റെ പേരിൽ ഇപ്പൊ സൗണ്ട് കുറയ്ക്കാൻ പറയുമ്പോൾ അതിന്റെ പേരിലൊക്കെ തന്തവൈബ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അതിന് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. അത് ഫീൽ ചെയ്യരുത്. അങ്ങനെ ഫീൽ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് ഫീൽ ചെയ്യണ്ട. അങ്ങനത്തെ ഫീൽ ചെയ്യേണ്ട. നമ്മളതൊരു മിസ്റ്റേക്കും ഇല്ലാത്തൊരു സാധനം ഫീൽ ചെയ്യണ്ട. ഇപ്പോൾ വണ്ടിയുടെ സൗണ്ട് ഇല്ലേ, വണ്ടിയുടെ സൗണ്ട് പറഞ്ഞു. വണ്ടിയുടെ സൗണ്ട് അല്ല, ഇപ്പം എക്സാമ്പിൾ പറയാം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മമാരാണെങ്കിലും അപ്പന്മാരാണെങ്കിലും ഇപ്പം നമ്മളും അപ്പന്മാരാവും അമ്മമാരാവും. ഓഫ് കോഴ്സ് കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ അങ്ങനെ എടുത്തു പറയണം. അതിനിപ്പോ എടുത്തു പറയണതില്ലേ. ഇപ്പം എല്ലാരും അമ്മമാരാണോ അച്ഛന്മാരാണോ ഇല്ല, ആവറേജ് എല്ലാവരും എനിക്ക് തോന്നുന്നു അടുത്ത ജനറേഷനിലോട്ട് വേണ്ടേ. അടുത്ത ജനറേഷൻ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പം നീ ഹെൽമെറ്റ് വെച്ച് പോടാ, അല്ലെങ്കിൽ വണ്ടി സ്പീഡ് കുറച്ച് പോടാ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴത്തേനും അതൊരു ഈ പറയുന്ന ഒരു മെന്റാലിറ്റിയിലോട്ട് തന്തവൈബ് എന്ന് പറയുന്നതല്ല, അതൊരു മൈൻഡ് സെറ്റാണ്. എനിക്ക് തോന്നുന്നതും ഒരു പേരങ്ങ് കിട്ടുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. തന്തവൈബ് എന്ന് പറഞ്ഞ ഒരു പേരങ്ങ് കിട്ടുന്നേ ഉള്ളൂ. അത് പെട്ടെന്ന് ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കിട്ടുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഇതെനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു തന്തവൈബാണ്. ഇനി നമ്മളും അതെന്നാന്ന് വെച്ചാൽ അറിവിന്റെയാണ്. ഒരു സമയത്ത് നമുക്കൊരു സർട്ടൺ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ അറിവ് യുക്തി വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു വഴി കൂടെ ഒരു ത്രിബിൾസ് വെച്ച് ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പം അത് ബോധമുള്ളവനത് മനസ്സിലാവും. ഇന്ന വഴി കൂടെ ഇതും ത്രിബിൾസും വെച്ച് ഹെൽമെറ്റും ഇല്ലാതെ പോകുമ്പോൾ അത് മനസ്സിലാവും. ഓഫ് കോഴ്സ് അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എതിരെയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവനെ ബാധിക്കും.
ഇപ്പം ഒരു പെഡസ്ട്രീനെയോ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ. അപ്പം അത് പറയുന്നുണ്ടല്ലോ, നമ്മളൊരു സമയം സർട്ടൺ ഒരു 26-27 വയസ്സാകുമ്പോഴത്തേനും നമ്മൾ ജോലിയെല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേനും നമ്മളും ഇച്ചിരി കൂടെ സെക്യൂർ ആവാൻ നോക്കും. അപ്പം നമ്മളിതെല്ലാം ആലോചിക്കും, അയ്യോ ഇങ്ങനെ ഫുഡ് ശരിയാവുന്നില്ലോ, ഹെൽത്ത് ശരിയാവുന്നില്ലോ. അപ്പം എനിക്ക് തോന്നി ഇതൊക്കെ ഒരു സമയത്ത് നമുക്കത് തോന്നും എന്നാ കാണിച്ചാൽ ഇതൊക്കെ. പിന്നെ വേറെ ഓവറായിട്ട് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഇപ്പം അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പം എന്നാ പറയുന്നത്, ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളോട് പറയും മുടി കെട്ടി വെക്ക്, അല്ലെങ്കിൽ മുടി ഇങ്ങനെ എന്തിനാ കട്ട് ചെയ്യുന്നത്, അതൊക്കെ പറയുമ്പോഴത്തേനും അത് ഭയങ്കര വിഷയമാവും. അത് നമുക്കത് പേഴ്സണൽ പരിപാടികളാണ് അതൊക്കെ. മെറ്റേന്ന് പറയുമ്പോഴത്തേനും അത് ഓഫ്കോഴ്സ് അത് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. ഇപ്പം വണ്ടിയുടെ ഒക്കെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, വണ്ടിയുടെ എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ ഒരു നോർമൽ ലീവിങ്ങിൽ എല്ലാവരും ചിന്തിച്ച് പോകേണ്ടതാണ്. അത് പോകണം, അല്ലെങ്കിൽ അത് അവൻ ബുദ്ധിയില്ലാത്തവനാന്ന് പറയത്തേ ഉള്ളൂ. അല്ലാതെ ആ ഒരു മിനിമം യുക്തി വേണമെന്നാണ് അതിൽ തന്തവൈബെന്ന് വിളിക്കുക. എല്ലാവരും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ ഒരിക്കലും. എനിക്ക് തോന്നി ഇപ്പം ഇങ്ങനെ ആലോചിച്ചപ്പം എനിക്കത് കിട്ടിയതാണ് ഇപ്പം പറഞ്ഞത്. ഈ മുടി വെട്ടുന്നതിനൊക്കെ ആ സാധനമൊന്നും ശരിക്കും തന്ത വൈബിന്റെ അല്ല. നമ്മള് തന്തമാരാകുമ്പോ ഞാൻ ഒപ്പല്ല, നമ്മൾ തന്തമാരും തള്ളന്മാരും ആകുമ്പോ ഞാൻ എന്റെ കൊച്ചുനാളെ മുടി വളർത്തിന്ന് വെച്ചിട്ട് അത് വെട്ടിക്കളയണം അങ്ങനത്തെ ഒരു സാധനം കൊണ്ടില്ല. ഇപ്പൊ എന്റെ മകനോ അല്ലെങ്കിൽ മകളോ ഓപ്പോസിറ്റ് ഇതില് അല്ലെങ്കിൽ അവര് സെയിം സെക്ഷുവാലിറ്റി ഒരു പ്രേമം അതിനൊന്നും എതിരാവില്ല. അത് ശരിക്കും തന്ത വൈബിന്റെ അല്ല, അത് ആ കാലത്തിന്റെയാണ്. ആ കാലത്തെ നമ്മുടെ പാരന്റ്സിന് മാത്രമേ ആ ഒരു സാധനം ഉള്ളൂ. നമ്മൾ വയസ്സാവുമ്പോ ആ സാധനം വരില്ല. എനിക്ക് തോന്നുന്നു അത് തന്ത വൈബിന്റെ അല്ല, നമ്മളെ അപ്പുറത്തെ ജനറേഷൻ എന്നാ എന്റെ കുട്ടി വയസ്സാവുമ്പോഴും ആ സാധനം വരില്ല. അത് കാലത്തിന്റെയാന്ന് തോന്നുന്നു. അത് പലതും സംഭവിക്കുന്നത് ജനറേഷൻ ഗ്യാപ്പിനാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത ജനറേഷൻ വരുമ്പോൾ നമ്മളെക്കാളും പ്രോഗ്രസീവ് ആയിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇപ്പൊ നമുക്ക് മുന്നേ ഉള്ള ജനറേഷൻ നമ്മുടെ അത്ര പ്രോഗ്രസീവ് ഒരു വലിയൊരു പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ അത്ര പ്രോഗ്രസീവ് അല്ല, വളരെ ചുരുക്കമാണ്. മുടി വെട്ടണൊക്കെ പറയുമ്പോ അതിനൊന്നും തന്ത വൈബ് എന്ന് പറഞ്ഞ് കളിയാക്കാൻ പറ്റില്ല. നാളെ നമ്മളെന്തായാലും ഇത് പറയാൻ പോകുന്നില്ലാത്ത സാധനമാണ്. അത് കാലഘട്ടങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. പ്രായമായിട്ടൊരു ബന്ധം ഇല്ലാത്തൊരു സാധനം. പിന്നെ ഇപ്പം പറഞ്ഞ ഈ ഏജിന്റെ സാധനം എടുക്കുമ്പോൾ എനിക്ക് ഒരു പ്രായം വരെ നമുക്ക് കുട്ടികളായിരിക്കുമ്പോൾ നമുക്കൊന്നിനെ കുറിച്ചും ചിന്തിക്കാനില്ല. അപ്പോഴാണ് ഈ ബൈക്കിന്റെ സാധനമൊക്കെ പറയുമ്പോഴായാലും ഹെൽമെറ്റ് വെക്കാണ്ടപ്പോൾ നമുക്ക് ചിന്തിക്കാം, ആരോടും അതൊന്നും ചിന്തിക്കില്ല. അവർ പറയണ അത് കാരണം ചിന്തിക്കാനുള്ള സാധനം നമുക്കില്ല. എന്തിനാ അത് ചിന്തിക്കണം എന്നുള്ളത്. ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ആ ഒരു ടൈം എത്തുമ്പോഴാണ് നമുക്ക് സെറ്റിൽഡ് ആവാനും നമുക്ക് നോക്കാൻ ആൾക്കാരുണ്ട്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കുറെ പേര് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോഴാണ് നമ്മൾ എല്ലാ കാര്യത്തിലും കുറച്ചുകൂടെ ആവുമെന്ന് തോന്നുന്നു. അപ്പോഴാണ് നമ്മളെ ഈ തന്ത വൈബ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നത് തോന്നുന്നു. അത് ഇപ്പൊ ചെറിയ പ്രായത്തിൽ എടുക്കുന്നവരെ ഉണ്ടാവും, കുറെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ടാവും. കുഞ്ഞു പ്രായത്തിലെ തന്ത വൈബിക്ക് പോയവരുണ്ടാവും. അങ്ങനെയല്ല, കുറച്ചുകൂടെ ഇപ്പൊ ഇങ്ങക്ക് ഒരു 17-16 വയസ്സുള്ളപ്പോ 17-16 വയസ്സുള്ളപ്പോ നിങ്ങൾക്ക് ബൈക്ക് എടുത്ത് പോകരുത് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ ആ സമയത്ത് നമ്മൾ പണിക്കൊന്നും പോണില്ല, നമുക്ക് പഠിച്ചെടുക്കുക നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ വൈബ്. ഞാൻ ഒരു 22-23 നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, നിങ്ങളെ ഡിപ്പെൻഡ് നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പൈസ കൊടുക്കണം, നിങ്ങളെ കാര്യം നോക്കണം, നിങ്ങളെ ജീവിതം നോക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ബൈക്ക് പിന്നെ അങ്ങനെയുള്ള രീതിയിൽ പോകില്ല. ഹെൽമെറ്റ് വയ്ക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്നെ ആശ്രയിച്ച് അല്ലെങ്കിൽ എനിക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനുണ്ട്, അപ്പൊ ഞാൻ പോകണം എന്നുള്ളൊരു സാധനത്തേക്ക് അങ്ങനത്തെ ചില പാട്ടിയൊന്നും ബൈക്ക് ഇടാൻ പറ്റില്ല. നോർമലി 25 ഏജ് കഴിഞ്ഞവരെയാണ് ഈ തന്ത വൈബിലോട്ട്. 25 ഏജ് കഴിഞ്ഞ എല്ലാവരും നല്ല അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, പറയുന്ന ചില കാര്യങ്ങൾ, പ്രവൃത്തികൾ, ഇതൊക്കെ വെച്ചിട്ട് അങ്ങ് ആ ഒരു തന്ത വൈബാണ് നീ എന്ന് പറഞ്ഞ ആ ഒരു ടാഗ് ലൈനിൽ അങ്ങ് പെടുത്തിയേക്കാണ്. പക്ഷെ അത് അത്ര നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് ഒരു ഫണ്ണായിരിക്കും, അത് റിയൽ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യുന്നത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആൾക്കാർ ഡിഫറെൻ്റ് ആണ്, ആൾക്കാരുടെ ചിന്താഗതി ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്ത് ഒരുപോലെ അല്ല. അപ്പോൾ എല്ലാവരെയും പല രീതിയിലായിരിക്കും എഫക്ട് ചെയ്യുന്നത്. ഇവൻ സെലിബ്രിറ്റി ലൈഫിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കല്യാണം ഒരു 30 കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാത്തൊരു സെലിബ്രിറ്റീനെ ഭയങ്കര മോശമായിട്ട് നമ്മുടെ സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കമൻസ് വരാണെങ്കിലും, സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ സിനിമ എത്ര നല്ലതാണെങ്കിലും ആ നടിയെ പറ്റി മാത്രമാണ് മോശം പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഇതെല്ലാം ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം. പിന്നെ ഈ കമന്റ് സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഫേക്ക് ഐ ഡി വെച്ചിട്ട് വന്ന് മോശം പറയാൻ വേണ്ടി മാത്രം ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വെക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം അതിലോട്ട് ഞാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയയിലെ എന്തായിരുന്നു മറ്റേ സൈബർ അറ്റാക്ക് കാരണം ഇടയ്ക്ക് കുറെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു. അതിലോട്ടൊക്കെ എത്തിക്കുന്നത് നമ്മളെ പോലല്ല, നമ്മുടെ കൂടെ ഉള്ള പലരും ആണ്. അതിൽ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം
എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഫണ്ണാണ്, അത് ആൾക്കാരത് പേഴ്സണലി എടുക്കാതിരിക്കുക. പറഞ്ഞു തന്നൊരു പോയിന്റ് അത്രയാണ്. അപ്പൊ തന്ത വൈബ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ അത് ഫണ്ണാണ്, അത് റിയൽ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളമാണ് കൂടെ ഉള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും നോക്കിയാലും ഒക്കെ നന്നായിരിക്കും. ഈ തന്ത വൈബ് എന്ന ഈ ഒരു പ്രയോഗം ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. സോ ഈ ഒരു പ്രയോഗത്തിൽ അല്ലെങ്കിൽ ഇത് സമൂഹത്തിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, ഞങ്ങളുടെ അഭിപ്രായം ഇപ്പം ഞങ്ങൾ പറഞ്ഞു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ചർച്ച ചെയ്യപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സ് വഴി അതും ഞങ്ങളെ അറിയിക്കുക. സോ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഭ്രാന്തൻ്റെ വട്ടമേശയിലൂടെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ.